മുണ്ടക്കയത്തിന്റെ ചരിത്രവും ഹെൻറി ബേക്കർ ജൂനിയറുടെ സ്മരണകളും ഇഴചേരുന്ന വേങ്ങക്കുന്ന് ബേക്കർ മൗണ്ടിൽ കാഠിന്യത്തിന്റെ പുതിയ അധ്യായം കൂടി ഉയരുന്നു. മുണ്ടക്കയം ഹോളി ട്രിനിറ്റി CSI ദേവാലയത്തിന്റെ 175ാം ജൂബിലിയോട് അനുബന്ധിച്ച് സഭ നിർമ്മിച്ചു നൽകുന്ന 8 വീടുകളുടെ പ്രതിഷ്ഠാ ശുശ്രൂഷ ഞായറാഴ്ച നടക്കും. മുണ്ടക്കയത്തെ ഇന്നത്തെ നഗരമാക്കി മാറ്റിയ ക്രാന്തദർശിയായ മിഷണറി ഹെൻറി ബേക്കർ ജൂനിയറുടെ പാദസ്പർശമേറ്റ മണ്ണിൽ അശരണർക്കായി 8 വീടുകളാണ് ഉയരുന്നത്. 1840കളിൽ വന്യമൃഗങ്ങൾ നിറഞ്ഞ മുണ്ടക്കയത്തെ ജനവാസയോഗ്യമാക്കുവാൻ ഹെൻറി ബേക്കർ നടത്തിയ പോരാട്ടങ്ങൾ സമാനതകൾ ഇല്ലാത്തതാണ്. അക്കാലത്ത് മുണ്ടക്കയത്തെ ആദ്യത്തെ ദേവാലയം സ്ഥിതി ചെയ്തിരുന്ന വേങ്ങക്കുന്നിന് ഒരു നൊമ്പരപ്പെടുത്തുന്ന ചരിത്രം കൂടിയുണ്ട്. ഹെൻറി ബേക്കറുടെ 1.25 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ മരിച്ചുപോയ മകൾ അന്ത്യവിശ്രമം കൊള്ളുന്നതും ഈ മണ്ണിലാണ്. തൻ്റെ പ്രിയപ്പെട്ട മകളെ ഈ മണ്ണിൽ വേർപിരിഞ്ഞപ്പോഴും ഈ നാട്ടിലെ ജനങ്ങളുടെ ഉന്നമനത്തിനായി ജീവിതം മാറ്റിവെച്ച മിഷണറിയോടുള്ള ആദരവ് കൂടിയാണ് ഈ ഭവന പദ്ധതി. സഭയുടെ 175ാം ജൂബിലി സ്മരണികയായി ബേക്കർ മൗണ്ടിൽ നിർമ്മിച്ച ഈ 8 വീടുകളുടെയും പ്രതിഷ്ഠാ ശുശ്രൂഷ ഈ വരുന്ന ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് നടക്കും. മുണ്ടക്കയം എന്ന ദേശത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഒരു മഹൽ വ്യക്തിയായിരുന്നു ഹെൻറി ബേക്കർ ജൂനിയർ എന്ന വ്യക്തിത്വം. അദ്ദേഹം മലനാടിൻ്റെ അപ്പോസ്തലൻ എന്ന അപരനാമത്തിലും അറിയപ്പെടുന്നുണ്ട്. 1848 ആണ് അദ്ദേഹം ഈ ദേശത്തേക്ക് കടന്നു വന്നത്. ഈ മുണ്ടിക്കയം എന്നറിയപ്പെട്ടിരുന്ന ദേശം മുണ്ടക്കയം എന്ന് നാമകരണം ചെയ്തതും KK റോഡിന് ആരംഭം കുറിച്ചതും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും സാംസ്കാരിക സാമൂഹിക നവോത്ഥാനത്തിനും പ്രവർത്തിച്ചതായിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു അദ്ദേഹം വേങ്ങക്കുന്നിൽ എന്ന പ്രദേശത്ത് ആദ്യമായിട്ട് ആരംഭിച്ച വിദ്യാഭ്യാസ പ്രവർത്തനം 1848 ആരംഭിക്കുന്നത്. അതിൻ്റെ ഫലമായി ദേശത്തിനുണ്ടായ നവോത്ഥാനം അതാണ് ഏറ്റവും മുഖ്യമായ ഘടകം എന്ന് പറയുന്നത്. ആ ചരിത്ര സ്മാരകം നിലനിർത്തുവാൻ വേണ്ടി മുണ്ടക്കയം ഹോളി ട്രിനിറ്റി CSI ഇടവക ആ പ്രദേശത്ത് സ്ഥാപിച്ചിരിക്കുന്ന കെട്ടിടത്തിൻ്റെ കുദാശ ഈ വരുന്ന ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് മധ്യകേരള മഹായിടവക അധ്യക്ഷൻ അഭിവന്യ മലയിൽ സാബുക്കോശി ചെറിയാൻ തിരുമേനി നിർവഹിക്കുകയാണ്. തദവസരത്തിൽ ഈസ്റ്റ് കേരള മഹായിടവകയുടെ മുൻ അധ്യക്ഷൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ KG ദാനിയേൽ തിരുമേനി ആ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നതും അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും ചെയ്യുന്നതാണ്. അതോടൊപ്പം പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന ശ്രീമതി സൂസമ്മ മാത്യുവും വാർഡ് മെമ്പറായിരിക്കുന്ന ശ്രീ ബെന്നി നെയ്യൂരും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നതാണ്. സഭാവിശ്വാസികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിക്കും. ചരിത്രമുറങ്ങുന്ന വേങ്ങക്കുന്നിൽ ഇനി 8 കുടുംബങ്ങൾക്ക് സുരക്ഷിതമായി തലചായ്ക്കുവാൻ വീട് ഒരുങ്ങുകയാണ്. ഹെൻറി ബേക്കർ ജൂനിയർ ഹെറിറ്റേജ് സെന്റർ ആൻഡ് ജോർജ് വില്യം റെസിഡൻസ് പ്രതിഷ്ഠാ ശുശ്രൂഷയും ചരിത്ര സ്മരണിക പ്രകാശനവും നടക്കും. റൈറ്റ് റവറൻഡ് ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ, റൈറ്റ് റവറൻഡ് ഡോക്ടർ KG ദാനിയൽ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. 177 വർഷങ്ങൾക്ക് മുമ്പ് ഹെൻറി ബേക്കർ ജൂനിയർ എന്ന മിഷണറി മുണ്ടക്കയത്തേക്ക് കടന്നു വന്ന് കാടും എല്ലാം വെട്ടിത്തെളിച്ച് മുണ്ടിക്കയം എന്ന സ്ഥലം മുണ്ടക്കയമാക്കിയ മിഷണറിയാണ് ഹെൻറി ബേക്കർ ജൂനിയർ. അദ്ദേഹമാണ് നമ്മുടെ ദേശത്ത് ആദ്യമായിട്ട് വിദ്യാഭ്യാസം കൊണ്ടുവന്നത്. നമുക്കറിയാം, വിദ്യാഭ്യാസം കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ നാടിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി വിദ്യാഭ്യാസമാണ്. മുണ്ടക്കയം CMS LP സ്കൂള് അന്ന് സ്ഥാപിച്ചതാണ്. അതിനുശേഷമാണ് അദ്ദേഹം ഇവിടെ കുടുംബമായിട്ട് കോട്ടയത്തു നിന്ന് വന്ന് ഇവിടെ താമസിച്ച് ഏറുമാടം കെട്ടി താമസിച്ച് ഇവിടെ പ്രവർത്തിച്ചത്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടികളും ഉണ്ടായിരുന്നു. എന്നാൽ ഒരു കുട്ടിയെ ഇവിടെ വെച്ച് നഷ്ടപ്പെട്ടു. മസൂരി രോഗം വന്ന് നഷ്ടപ്പെട്ടു. എന്നിട്ടും പുറകോട്ട് പോകാതെ ഈ മുണ്ടക്കയത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി
ജീവത്യാഗം ചെയ്ത് പ്രവർത്തിച്ച വ്യക്തിയാണ് ഹെൻറി ബേക്കർ ജൂനിയർ. അദ്ദേഹത്തിൻ്റെ സ്മരണയെ നിലനിർത്തുവാൻ 177 വർഷങ്ങൾക്ക് ശേഷമാണ് മുണ്ടക്കയം CSI സഭയ്ക്ക് സാധിച്ചത് എന്നുള്ളത് ഒരു ദുഃഖസത്യമാണ്. എന്നാൽ നിലവിലുള്ള ചർച്ച് കമ്മിറ്റിയും അതോടൊപ്പമുള്ള ജൂബിലി കമ്മിറ്റിയും എടുത്ത തീരുമാനപ്രകാരം ഭവനരഹിതർക്ക് 8 വീടുകൾ നൽകുവാനായിട്ട് തീരുമാനിക്കുകയും അതിൻ്റെ പണികളെല്ലാം പൂർത്തിയാക്കി ഈ ഞായറാഴ്ച, അതായത് ഏപ്രിൽ 26-ാം തീയതി ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് അതിൻ്റെ പ്രതിഷ്ഠാ കർമ്മം നിർവഹിക്കുകയും ചെയ്യുകയാണ്. മുണ്ടക്കയം CSI പള്ളി വികാരി റവറൻ ജോൺ ഐസക് അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ CSI മധ്യകേരള ബിഷപ്പ് റവറൻ ഡോക്ടർ സാബു മലയിൽ കോശിച്ചെറിയാൻ ഇതിൻ്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈസ്റ്റ് കേരള ബിഷപ്പ് KG ഡാനിയൽ മുഖ്യ അതിഥിയായിട്ട് പങ്കെടുക്കുന്നതുമാണ്. ആദ്യ ദേവാലയം ഇവിടെ സ്ഥാപിച്ചത് വേങ്ങക്കുന്നിലാണ്. അദ്ദേഹത്തിൻ്റെ മകളെ അടക്കം ചെയ്തത് ഇതിന് തൊട്ടടുത്ത് തന്നെയാണ്. ഈ സ്ഥലം വാങ്ങുവാനും ഈ സ്ഥലത്ത് ഇതുപോലുള്ള 8 വീടുകളും നമുക്ക് നിർമ്മിക്കുവാനും സാധിച്ചത് സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഇതിൽ സഹകരിച്ച മുണ്ടക്കയം CSI ഹോളി ട്രിനിറ്റി ചർച്ചിലെ എല്ലാ സഭാംഗങ്ങളോടും, പ്രത്യേകിച്ച് 4 വീടുകൾ, ഓരോ വീടുകൾ സ്പോൺസർ ചെയ്ത കുടുംബാംഗങ്ങളോടും ഞാൻ ഈ സമയത്ത് നന്ദിയോടെ അവരെ സ്മരിക്കുകയാണ്. നീറുംപ്ലാക്കൽ കുടുംബം, കരിങ്ങനാമറ്റം കുടുംബം, പുത്തൻചെറിയൽ കുടുംബം, കോശി ജേക്കബ് മാടമന കോട്ടമല കുടുംബം, ഈ കുടുംബങ്ങളുള്ള നന്ദി പറയുന്നു. അതുപോലെ തന്നെ ചെറുതും വലുതുമായി സംഭാവനകൾ നൽകിയ എല്ലാ സഭാജനങ്ങളെയും ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുകയാണ്. യോഗത്തിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.